ലയൺസ് ഡിസ്ട്രിക്ട് 318 ജനസേവന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് 2025 ജനുവരി 19 പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആസ്ഥാനമായ ലയൺ ഡോക്ടർ AV കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ സൗജന്യമായി സെറ്റ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മളെ ലയൺ സുഹൃത്തുക്കളായിട്ട് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് 10 ദിവസത്തിനുള്ളിൽ നമ്മളത് ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹത്തെ വേണ്ടുന്ന ആൾക്കാരെ തിരിച്ച് വിളിച്ച് അത് അവർ ഇട്ട് അത് ഉപയോഗം എങ്ങനെ ചെയ്യണം, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ തിരിച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യാനാണ് ഉദ്ദേശം. ജന്മനാലും അപകടങ്ങൾ മറ്റ് അസുഖങ്ങൾ മൂലവും അംഗവൈകല്യം നേരിടുന്ന സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന വ്യക്തികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരിക്കും. ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318 പ്രവർത്തന മേഖലയിലുള്ള കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾ, മാഹി കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് പദ്ധതിയുടെ പ്രയോജനം ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓടാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെ നമുക്ക് അവരെ ചേർത്ത് പിടിച്ച് അറ്റ്ലീസ്റ്റ് ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവരാനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പുണ്യ പ്രവൃത്തിയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയാൽ നമുക്ക് ഇതിനുള്ള റിക്വയർമെൻറ്റ് വരും, ആൾക്കാർ സമീപിക്കും. കാരണം കിടപ്പിലായവർ കാല് മുറിഞ്ഞിട്ട് മാത്രമല്ല പല രോഗങ്ങൾ കൊണ്ടും സാറ് നേരത്തെ പറഞ്ഞ പോലെ കിടപ്പിലാവും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലത്തെ ഉപകരണങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കിടക്കാറോ ഇരിക്കാറോ ആണ് പതിവ്. ലയൺസ് ക്ലബ് ഓഫ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ 2025 ജനുവരി 19 ആരംഭിക്കുന്ന സൗജന്യ ഓർത്തോട്ടിക് പരിശോധനാ ക്യാമ്പിൽ വെച്ച് ഗുണഭോക്താക്കളെ നേരിട്ട് പരിശോധിക്കുന്നതും ഉചിതമായ ഓർത്തോട്ടിക് ഉപകരണങ്ങൾക്കുള്ള ഓർഡർ എടുക്കുന്നതുമായിരിക്കും. ഈ സേവനം ആവശ്യമായി വരുന്ന വ്യക്തികൾ ജനുവരി 19 രാവിലെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. അന്ന് ഉപകരണങ്ങളുടെ അളവുകൾ എടുക്കേണ്ടതും സംഘാടകരുടെ നിർദ്ദേശാനുസരണം ക്യാമ്പ് തീരുന്ന ജനുവരി 29 അതിനകമോ വന്ന് അവ സ്വീകരിക്കേണ്ടതുമാണ്. അതെ, ഇത് കൃത്രിമക്കാരല്ല, അത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കണം. ഓർത്തോട്ടിക് ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും അതിനെക്കുറിച്ചൊരു 2 വാക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ മരത്തിൽ നിന്ന് വീണ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പുറത്തെങ്ങാനും വീണ് കഴിഞ്ഞിട്ട് നട്ടെല്ലാം ഒടിഞ്ഞെന്ന് വിചാരിക്കാം. നട്ടെല്ലൊടിഞ്ഞിട്ട് ഓർത്തോ ആയാലും ന്യൂറോ സർജറി ആയാലും കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കിടക്കണമെങ്കിൽ അത് ഇളകാതിരിക്കാനൊരു പടച്ചട്ട പോലൊരു സാധനം, അത് സ്പൈനൽ ബ്രേസ് എന്നാണ് പറയുന്നത്. അത് വളരെ കോസ്റ്റ്ലിയാണ്. അത് 20,000 25,000 രൂപ. അത് ആൾക്കാർക്ക് സാധാരണ അത് പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യാറുള്ളത്. അത് നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആൾക്കാർ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഗുണഭോക്താക്കൾ ക്യാമ്പിന് വരുന്ന സമയത്ത് ഒരു ഫോട്ടോയും ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും കൊണ്ടുവരേണ്ടതാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതാത് പ്രദേശത്തെ ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് രോഗവിവരങ്ങൾ അടങ്ങിയ അപേക്ഷകൾ 2025 ഡിസംബർ 31 കൺവീനർ ഓർത്തോട്ടിക് ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ, തായ്നേരി, പയ്യന്നൂർ, പിൻകോഡ് 670-307 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി P ഗംഗാധരൻ, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി രതീഷ് കുമാർ, PROമാരായ KPT ജലീൽ, G സുധാകരൻ, GST കോർഡിനേറ്റർ M വിനോദ് കുമാർ, സോൺ ചെയർമാൻ CTV ദിനേശ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. മൈജിവേഴ്സറി, മൈജിക്ക് ജന്മദിനാഘോഷം, നാടിന് ഷോപ്പിംഗ് ആഘോഷം. കേരളം ഇന്നുവരെ കാണാത്ത 19 ഇടിവെട്ട് ഓഫറുകൾ, കൂടാതെ 75% വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും, ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ, ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ്. മൈജി ആനിവേഴ്സറി സെയിൽ നവംബർ 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ. അതിട്ട് അവർ 2 മാസം കഴിയുമ്പോഴാണ് പിന്നെ അവർ ഇരുത്താനുള്ള, അപ്പോൾ അതിനൊരു മാറ്റം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ 2 മാസം കഴിയുമ്പോൾ അവർക്ക് നിൽക്കാനും അങ്ങനെ നടക്കാനാണ് പ്രോഗ്രസീവായിട്ട് റീഹാബിലിറ്റേഷനാണ്. മുമ്പൊക്കെ ഈ നട്ടെല്ല് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ഒരാളുടെ ലൈഫ് കഴിയുകയാണ്. ഇപ്പോഴങ്ങനെയല്ല, നമുക്ക് അവരെ വേണ്ട രീതിയിൽ അയാളെ സൊസൈറ്റിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ കാലിൻ്റെ മുട്ട്
ശക്തിയില്ലാത്തവർക്ക്. ഇത് ജന്മന ഉള്ളതുകൊണ്ട് പോളിയോ ഒക്കെ ആണെങ്കിൽ ജന്മന ഉണ്ട്, അത് ആൾമോസ്റ്റ് അതൊരു പെർമനൻ്റാണ്. ബാക്കിയെല്ലാം ടെമ്പററിയാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടായി കാലിൻ്റെ പാദം പൊട്ടിപ്പോയി തളർന്നു പോയെങ്കിൽ അവിടെ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഓർത്തോട്ടിക്സ് ഐറ്റംസ്, നമ്മൾ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് എന്ന് പറയാറുണ്ട്, നീ ഫുട്ട് ഓർത്തോസിസ് എന്ന് പറയാറുണ്ട്. പിന്നെ ഒരുപാട് കാലിപ്പേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വെറും വാക്കി സ്റ്റിക്കല്ല, അതല്ലാതെ തന്നെ കാലിപ്പർ ഇട്ടിട്ട് തന്നെ ഒരാളെ ആദ്യമേ നടത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് അവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ആൾക്കാരുടെ ആവശ്യം നോക്കിയിട്ട് അത് കൃത്യമായിട്ട് അളവെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ആമുഖമായി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ ചെയർമാൻ ജീവകാരുണ്യ പ്രവർത്തനമാണ്. കാരണം